ഹലോ, ഇന്ന് ചെറിയൊരു മിനി വ്ളോഗാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ പിന്നെയാണ് കേട്ടോ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നത്. റീസ്റ്റിച്ചും ഓൾട്രേഷനും മാത്രമായിട്ടൊന്ന് ചെയ്ത് ആദ്യം ഈ നൈറ്റീൻ്റെ യോക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ കുറച്ച് നൈറ്റ് റീസ്റ്റിച്ച് അടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് കൊടുത്തു. ഈ നൈറ്റി ഒരാളുടെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത് ആണെങ്കിൽ ഒരുപാട് വെട്ടിക്കളയാനുണ്ടായിരുന്നു. ഈ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ ഇങ്ങനെ റെഡിമെയ്ഡ് നൈറ്റി എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ലെങ്ത്ത് കുറഞ്ഞ നൈറ്റി നോക്കിയെടുക്കുക, അല്ലെങ്കിൽ പിന്നെ മെറ്റീരിയൽ എടുത്ത് തയ്ക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ലെങ്ത്ത് കൂടിയതാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് തയ്ക്കുമ്പോൾ അടിയിലേക്ക് വീതി കുറഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഇടുമ്പോഴാണെങ്കിൽ നമുക്കൊരു വൃത്തി തോന്നില്ല. അപ്പോൾ നൈറ്റി മെറ്റീരിയൽ എടുത്ത് തയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനിടയ്ക്ക് ചായ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചായ കുടിച്ചു. ഇനി എനിക്ക് സാരി ബ്ലൗസ് കട്ട് ചെയ്ത് തയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സ്ഥിരം തരുന്നവർക്ക് ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു പാറ്റേൺ ആക്കി വെക്കും. അങ്ങനെ ആകുമ്പോൾ ഇനി കിട്ടുമ്പോഴും അതുപോലെ അങ്ങ് വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇരുന്ന് നോക്കുമ്പോൾ ആണെങ്കിൽ അതിന് പറ്റിയ ഒരു നൂല് പോലും എൻ്റെ കയ്യിലില്ല കേട്ടോ. പിന്നെ അത് ഞാൻ മാറ്റി വെച്ച് വേറെ റീസ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു ചുരിദാറിൻ്റെ ടോപ്പൊക്കെ. പിന്നെ അതൊക്കെ ചെയ്ത് കൊടുത്ത് ഇന്നിപ്പോൾ കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല കേട്ടോ. ഇന്ന് ഓൾട്രേഷനും റീസ്റ്റിച്ചും മാത്രമാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഉച്ച കഴിഞ്ഞ് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിരുന്ന് നോക്കുമ്പോഴാണെങ്കിൽ അതിനെ പറ്റിയ നൂലുകളൊന്നുമില്ല, അതൊക്കെ തീർന്നിക്കണം. ഇനിയിപ്പോൾ അതൊക്കെ അങ്ങാടി പോയി വാങ്ങിയിട്ട് വേണം കേട്ടോ. നൂലായാലും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്, അതൊക്കെ പോയി വാങ്ങിയിട്ട് വേണം. അപ്പോൾ ഇങ്ങനത്തെ വർക്കുകളൊക്കെ നേരത്തെ തന്നെ തീർത്തിട്ട് പെട്ടെന്ന് തന്നെ കടയിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. ഒന്ന് അങ്ങാടിയിലൊക്കെ പോയിട്ട് ലൈനിങ്ങും കുറച്ച് തുണികളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വരാമെന്ന് വിചാരിച്ചു. ഇതായിപ്പോൾ ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സാരീൻ്റെ സൈഡ് കട്ട് ചെയ്ത് അടിക്കാനിട്ടോ. അത് സാരി ബ്ലൗസ് വരുന്നതാണ്. അത് കട്ട് ചെയ്ത് ഒഴിവാക്കി ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ്. അങ്ങനത്തെ റീസ്റ്റിച്ച് പണികൾ കുറേ ഉണ്ടാവും. കുത്തി ബ്ലൗസ് വരുന്ന സാരി ആയതുകൊണ്ട് തന്നെ 5.5 മീറ്റർ എടുത്ത് അളന്ന് കട്ട് ചെയ്ത് ബാക്കി അങ്ങ് തയ്ച്ചു കൊടുക്കുക ചെയ്തത് കേട്ടോ. ചിലവർക്ക് നല്ല പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് 5.5 മീറ്ററോളം കട്ട് ചെയ്തെടുക്കലുണ്ട്. അതുകൊണ്ട് അത്രയും ഭാഗം കട്ട് ചെയ്ത് ബാക്കി അങ്ങ് വെട്ടി ഒഴിവാക്കി മടക്കി അടിച്ചു കൊടുത്ത്. ഇനി അടുത്തത് ചെയ്യാനുള്ളത് ഒരു സാരി, ഇത് അവർ ഉപയോഗിക്കുന്ന സാരി തന്നെയാണ്. നല്ല വിലയുള്ള സാരിയാണെന്നാണ് പറഞ്ഞത്, പക്ഷേ അത് പെട്ടെന്ന് തന്നെ പിന്നിപ്പോയി. അപ്പോൾ അതൊന്നിങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സാരീൻ്റെ മുന്താണീൻ്റെ ഭാഗത്താണ് കേട്ടോ പിന്നിപ്പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സെയിം നൂല് വെച്ചിട്ട് തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. പിന്നിപ്പോയ തുണികളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ നേരെ വെച്ചങ്ങ് സ്റ്റിച്ച് ചെയ്താൽ അത് ശരിയാവില്ല കേട്ടോ. ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.